ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ പൊല്യൂഷൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ സോഴ്സസ്, അതേപോലെ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന പോയിന്റ്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ഓൾട്ടറേഷൻ ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ which may cause harmful effects on humans and aquatic life. വാട്ടറിനെ, ഒരു വാട്ടർ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അക്വാട്ടിക് ലൈഫ് അല്ലെങ്കിൽ വാട്ടർ കൺസ്യൂം ചെയ്ത ഹ്യൂമൻസ്, ആനിമൽസ്, പ്ലാന്റ്സ് ഇവയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിൽ വാട്ടറിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ വരുമ്പോഴാണ് നമ്മൾ വാട്ടർ പൊല്യൂട്ടഡ് ആണ് എന്ന് പറയുന്നത്. ഇനി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്തൊക്കെയാണ്? അപ്പം ഇതിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ പോയിന്റ് ഓഫ് ഒറിജിൻ. ഇപ്പം വാട്ടർ പൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് അതിൻ്റെ പൊല്യൂഷൻ, വാട്ടറിൻ്റെ പൊല്യൂഷൻ സംഭവിക്കുന്നതെങ്കിൽ നമുക്കതിനെ പോയിന്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കാം. These are pollutants that are discharged at specific locations through pipes, ditches or sewers into bodies of surface water. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ലേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു റിവർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ റിവറിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ നിന്നും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നു, ഈ റിവറിലേക്ക് ഒഴുക്കി വിടുന്നു. അപ്പോൾ ആ പൊല്യൂഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ സോഴ്സസിനെയാണ് നമ്മൾ പോയിന്റ് സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നോൺ പോയിന്റ് സോഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു പർട്ടിക്കുലർ ഇന്ന പോയിന്റിലാണ് പൊല്യൂട്ടൻസ് വാട്ടറിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് എന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് അതിനെ നോൺ പോയിന്റ് സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ പ്ലാന്റ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ കൂടെ ഈ ഫെർട്ടിലൈസേഴ്സും കുറേയൊക്കെ ഒഴുകി റിവേഴ്സിലേക്ക് വന്ന് ചേരും. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് ഇത് റിവറിലേക്ക് വന്ന് ചേരുന്നതെന്ന് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സോഴ്സസിനെയാണ് നോൺ പോയിന്റ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. ദീസ് പൊല്യൂട്ടൻസ് കനോട്ട് ബി ട്രേസ്ഡ് ടു എ സിംഗിൾ പോയിന്റ് ഓഫ് ഡിസ്ചാർജ്. They are large land areas or air sheds that pollute water by runoff, subsurface flow or deposition from the atmosphere. അപ്പോൾ സബ്സർഫസ് ഫ്ലോ വഴി ഈ പൊല്യൂട്ടഡ് വാട്ടർ റിവേഴ്സിലേക്കും ലേക്സിലേക്ക് വന്ന് ഒഴുകി കയറാം. സബ്സർഫസ് ഫ്ലോ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിന് താഴെ മഴവെള്ളം ഗ്രൗണ്ടിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് അടിയിൽ കൂടെ ഒഴുകി വരുന്നതിനെയാണ് നമ്മൾ സബ് സർഫസ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ നോൺ പോയിന്റ് സോഴ്സസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. എക്സാമ്പിൾ, റൺ ഓഫ് കെമിക്കൽസ് ഇൻ ടു സർഫസ് വാട്ടർ ഫ്രം ക്രോപ്പ് ലാൻഡ്സ്, ലൈഫ് സ്റ്റോക്ക് ഫീഡ് ലോഡ്സ്. അതായത് നമ്മുടെ ഈ പൗൾട്രി ഫാമിങ് അല്ലെങ്കിൽ നമ്മൾ ഫാം ലാൻഡ്സിൽ നിന്നൊക്കെ ഈ മൃഗങ്ങൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ്, ഇത് മഴവെള്ളം വഴി മിക്സായി ഒഴുകി വരികയോ അതൊക്കെ നമുക്ക് നോൺ പോയിന്റ് സോഴ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാർക്കിംഗ് ലോട്ടുകളിൽ കിടക്കുന്ന വേസ്റ്റ് മഴവെള്ളമായിട്ട് ഒഴുകി സീവേഴ്സിൽ കൂടെ ഒഴുകി വന്ന് റിവറിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോൺ പോയിന്റ് സോഴ്സസ് ആണ്. ഇനി കോമൺ ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂട്ടൻസ് എന്താണ്? ആദ്യം, ഡിസീസ് കോസിങ് ഏജൻറ്റ്സ്. ഇപ്പം മഴ അല്ലെങ്കിൽ വെള്ളം വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പല ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഡിസീസ് കോസിങ് ഏജൻസിൽ നിന്നാണ്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ ദാറ്റ് എൻറ്റർ വാട്ടർ ഫ്രം ഡൊമസ്റ്റിക് സീവേജ് ആൻഡ് ആനിമൽ വേസ്റ്റ്. ഇപ്പോൾ കൂടുതലും ഈ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ഈ വാട്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്നത് ഈ ഹ്യൂമൻ വേസ്റ്റ് അല്ലെങ്കിൽ ആനിമൽ വേസ്റ്റിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്ന വേസ്റ്റിൽ ഈ ഹ്യൂമൻ ബോഡിക്കുള്ളിൽ തന്നെയുള്ള ഓർഗാനിസംസ് ഈ വേസ്റ്റ് വഴി വാട്ടറിലേക്ക് കടക്കുന്നു. അതേപോലെ തന്നെ ആനിമൽ വേസ്റ്റിൽ നിന്നും ആനിമൽസിൻ്റെ ബോഡിയിലുള്ള വൈറസ് അല്ലെങ്കിൽ പ്രോട്ടോസോവ, വേംസ് ഇതെല്ലാം അവരുടെ എക്സ്ക്രീറ്റ വഴി വാട്ടറിൽ മിക്സ് ചെയ്ത് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാറുണ്ട്. Water soluble inorganic chemicals, acids, salt and compounds of toxic metals such as lead, mercury can make water unfit to drink, harm fishes and other aquatic life. Nitrate, phosphate compounds dissolve in water that can cause excessive growth of algae which then die and decay, depleting dissolved oxygen in water and killing fish. ഇപ്പോൾ വാട്ടറിൽ സോളിബിൾ ആയിട്ടുള്ള പല ഇനോർഗാനിക് കെമിക്കൽസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ട് മെറ്റൽസിൻ്റെയൊക്കെ കോമ്പൗണ്ട്സ് ഇതെല്ലാം ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്ന വേസ്റ്റ് ആയിരിക്കും. ഇതും വാട്ടറിനുള്ളിൽ ഡിസോൾവ് ആയിട്ട് വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ആസിഡുകൾ, സോൾട്ടുകൾ ഇതും നമ്മൾ ഫീൽഡിലൊക്കെ അപ്ലൈ ലൈമൊക്കെ
അപ്ലൈ ചെയ്യാറുണ്ട് സോയിൽ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടൊക്കെ. അതേപോലെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ബെറ്റർ ആക്കാൻ അഗ്രികൾച്ചറൽ ക്രോപ്സ് pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും വാട്ടറുമായിട്ട് ഡിസോൾവ് ആയിട്ട് വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യാറുണ്ട്. വാട്ടർ സോളിബിൾ ഓർഗാനിക് കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഡിറ്റർജൻസ്, ഇതും നമ്മൾ വാട്ടറുമായിട്ട് ഡിസോൾവ് ആയിട്ട് വാട്ടർ ബോഡീസിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഹീറ്റും ഒരു പൊല്യൂട്ടിങ് ഏജൻ്റാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡിയുടെ ടെമ്പറേച്ചറിനെ വേരി ചെയ്യാൻ ഈ ഹീറ്റഡ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴുക്കി വിടുവാണെങ്കിൽ അതുവഴി ഇതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യും. അപ്പോൾ അതുവഴി ആ വാട്ടർ ബോഡിയിലുള്ള നാച്ചുറൽ അക്വാട്ടിക് ലൈഫിനെ, പ്ലാന്റ്സിനെയൊക്കെ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയും ഹീറ്റിനെയും ഒരു വാട്ടർ പൊല്യൂട്ടിങ് ഏജൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഹീറ്റ് ഈ വാട്ടർ ബോഡിയിലേക്ക് എത്തുന്നത്? ഇപ്പം തേർമൽ പവർ പ്ലാന്റ്സിൽ ഒക്കെ നമ്മൾ ഈ ജനറേറ്റ് ആവുന്ന ഹീറ്റിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ബേൺ ചെയ്യുന്നുണ്ട് ഫോസിൽ ഫ്യൂൽസ്. അപ്പോൾ അതിനെയൊക്കെ കൂള് ചെയ്യാനായിട്ടൊക്കെ വാട്ടർ ഫ്ലഷ് ചെയ്തിട്ടായിരിക്കും കൂള് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടറിനെ പിന്നീട് ഇവർ അതൊരു വേസ്റ്റ് വാട്ടർ, ഈ ഹീറ്റഡ് വാട്ടർ ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. അതിനെ പിന്നീട് അവർ വാട്ടർ ബോഡീസിലേക്ക് തുറന്നു വിടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ നാച്ചുറൽ വാട്ടർ ബോഡീസിനെ ഹീറ്റ് യൂസ് ചെയ്ത് നമുക്ക് പൊല്യൂട്ട് ചെയ്യാൻ പറ്റും. Large quantity of water is heated when it is used in the cooling towers of thermal power plants. When this hot water is discharged into nearby water bodies, it causes an increase in its temperature. Sewage എന്താ? വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, പ്ലാന്റ് വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് ജനറേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചറലായിട്ട് ജനറേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലായിട്ട് ജനറേറ്റ് ആവുന്നത്, ഇങ്ങനത്തെ വേസ്റ്റുകളെല്ലാം ഒരു പൊല്യൂട്ടിംഗ് ഏജൻ്റ് ആണ് ഫോർ വാട്ടർ ബോഡീസ്. സീവേജ് ഇസ് വേസ്റ്റ് വാട്ടർ ഫ്രം മുനിസിപ്പൽ ഏരിയ വെയർ ദർ ഇസ് ഹ്യൂമൻ ഹാബിറ്റേഷൻ. ഇപ്പം മുനിസിപ്പൽ ഏരിയാസിൽ നിന്നും ഒരു മുനിസിപ്പൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കാണുമായിരിക്കും സീവേജിൻ്റെ, അതിൽ നിന്നും വരുന്ന വേസ്റ്റ്, ട്രീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ്, ഇതെല്ലാം റിവേഴ്സിലേക്കൊക്കെ ആയിരിക്കും പുറന്തള്ളുന്നത്, കടലുകളിലേക്ക്, സീകളിലേക്കൊക്കെ ആയിരിക്കും പുറന്തള്ളുന്നത്. ഇതും ഒരു വാട്ടർ പൊല്യൂട്ടിംഗ് ഏജൻ്റ് ആണ്. ഇനി ബേസ്ഡ് ഓൺ നേച്ചർ എങ്ങനെ നമുക്ക് പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്യാം? ഒന്ന്, ഡൊമസ്റ്റിക് വാട്ടർ പൊല്യൂഷൻ. Domestic sewage not only contains unwanted waste materials, but it is also invested with harmful virus and bacteria. നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ട് ഇത് പല ഡിസീസും ഉണ്ടാക്കുന്നു, ഹ്യൂമൻസിലും ആനിമൽസിലും ഒക്കെ. ഡൊമസ്റ്റിക് വാട്ടർ പൊല്യൂഷൻ ലീഡ്സ് ടു ഡയറിയ, കോളറ, ടൈഫോയിഡ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഓർഗാനിക് വേസ്റ്റ് such as animal manure and plant debris degrade water quality by depleting water from dissolved oxygen. അപ്പോൾ ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. നമ്മുടെ വാട്ടറിനുള്ളിൽ, ഏതൊരു നാച്ചുറൽ വാട്ടർ ബോഡിക്കുള്ളിലും ഒരു ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അപ്പം അതിലേക്ക് നമ്മൾ ഓർഗാനിക് വേസ്റ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ വാട്ടറിനുള്ളിലെ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഈ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് വാട്ടറിനുള്ളിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് വേസ്റ്റ് നമ്മൾ ഈ വാട്ടറിലേക്ക് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഈ വേസ്റ്റിനെ മൊത്തം ഡീകമ്പോസ് ചെയ്യാനായിട്ട് വെള്ളത്തിലുള്ളിലെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജനും യൂസ് ചെയ്യും. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പ്ലാന്റ്സിന്, അക്വാട്ടിക് ലൈഫിനൊക്കെ കിട്ടേണ്ട ഓക്സിജൻ്റെ അളവ് ഒരുപാട് കുറയും. അങ്ങനെ അക്വാട്ടിക് ലൈഫിൻ്റെ ഒക്കെ ഡെത്തിലേക്ക് ഇത് ലീഡ് ചെയ്യാം. This causes fish and other forms of oxygen consuming aquatic life to die. അടുത്തത് അഗ്രികൾച്ചറൽ വാട്ടർ പൊല്യൂഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ, ഡ്രിഫ്റ്റ് ഇറിഗേഷൻ, അങ്ങനെ പല ഇറിഗേഷൻ മെത്തേഡ്സ് ഉണ്ട്. ദേ ക്യാരി വേസ്റ്റ് സബ്സ്റ്റൻസസ് causing water pollution in addition to utilization of fertilizer and pesticides. Agricultural water pollution leads to eutrophication and water bloom. Okay, exam point of view നോട്ട് ചെയ്യേണ്ട ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ, അല്ലെങ്കിൽ യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യുന്ന മിനറൽസ് അല്ലെങ്കിൽ കെമിക്കൽ ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് യൂട്രോഫിക്കേഷൻ? നൈട്രജൻ, ഫോസ്ഫറസ്, ഈ രണ്ട് കെമിക്കൽസ് നമ്മുടെ ഫെർട്ടിലൈസർ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ഈ നൈട്രജൻ റിച്ചും ഫോസ്ഫറസ് റിച്ചും ആയിട്ടുള്ള വേസ്റ്റ് നമ്മൾ ലേക്സിലേക്ക്, റിവേഴ്സിലേക്കൊക്കെ പുറന്തള്ളുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ വാട്ടർ ബോഡിക്കുള്ളിൽ ആൽഗെ ഉണ്ടെങ്കിൽ ഈ നൈട്രജനും ഫോസ്ഫറസും കൺസ്യൂം ചെയ്ത് അത് ഭയങ്കരമായിട്ടങ്ങ് വളരും. അങ്ങനെ വളരുമ്പോൾ ഇത് ഈ വാട്ടറിനുള്ളിലെ ഓക്സിജൻ്റെ അളവ് ഒരുപാട് കുറയ്ക്കും. അങ്ങനെ കുറയുമ്പോൾ അക്വാട്ടിക് ലൈഫ് മരിച്ചു പോകുന്നു,
അക്വാട്ടിക് ലൈഫ് ഒരുപാട് തന്നെ അതിൽ നിന്ന് ഇല്ലാതാകുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള, അതായത് നൈട്രജനും ഫോസ്ഫറസും കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൽഗെ ഭയങ്കരമായിട്ട് കൂടുമെന്ന് പറഞ്ഞല്ലോ, വളരും. ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പല കുളങ്ങളുടെയൊക്കെ മുകളിൽ ഈ ആൽഗെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്, വാട്ടറിൻ്റെ സർഫസ് നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ മൊത്തം നിറഞ്ഞു കിടക്കും. അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം അല്ലെങ്കിൽ വാട്ടർ ബ്ലൂം എന്ന് വിളിക്കുന്നത്. Eutrophication is a process of excessive nutrient enrichment in a water body, primarily from nitrogen and phosphorus. This nutrient overload fuels dense, rapid growth of algae, a phenomenon known as algal bloom or water bloom. These blooms reduce water quality, deplete oxygen as they decompose, and can lead to the death of fish and other aquatic life. ഇപ്പോൾ യൂട്രോഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. യൂട്രോഫിക്കേഷൻ കോസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കണം, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്. ഇനി ഇൻഡസ്ട്രിയൽ വാട്ടർ പൊല്യൂഷൻ. Many industries discharge waste materials containing harmful chemicals. Such industrial waste are called effluents. ഇപ്പോൾ effluents എന്നുള്ളൊരു നെയിം കൊണ്ട് ഇവിടെ നോട്ട് ചെയ്താണ്. എഫ്ലുവൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി വഴി റിലീസ് ആവുന്ന വേസ്റ്റിനെയാണ് എഫ്ലുവൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ വാട്ടർ പൊല്യൂഷൻ വഴി കോസ് ചെയ്യുന്ന 2 ഡിസീസാണ് മീനമാത്ത ഡിസീസ് ആൻഡ് ഫ്ലൂറോസിസ്. അപ്പോൾ ഇത് ഏത് കെമിക്കൽ കാരണമാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. Minamata disease is a neurological syndrome caused by severe mercury poisoning. അപ്പോൾ അത് ഓർത്തോളൂ, mercury poisoning വഴി ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് മീനമാത്ത ഡിസീസ്. Symptoms include numbness in the hands and feet, muscle weakness, narrowing of field of vision, നമ്മുടെ കാഴ്ചശക്തിയൊക്കെ എഫക്റ്റ് ചെയ്യും, ഡാമേജ് ടു ഹിയറിംഗ് ആൻഡ് സ്പീച്ച്, എക്സ്ട്രീം കേസിൽ പാരാലിസിസ്, കോമയിലേക്കൊക്കെ ഇത് ലീഡ് ചെയ്യും. അപ്പോൾ മീനമാത്ത ഡിസീസ് ഓർത്തോളുക, മെർക്കുറി പോയ്സണിങ് വഴി ഉണ്ടാകുന്ന ഡിസീസാണ്. അടുത്തത് ഫ്ലൂറോസിസ്. ഈ പല സ്ഥലങ്ങളിലെല്ലാം കിട്ടുന്ന വാട്ടറിൽ ഈ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഏരിയാസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെയുള്ള ആളുകളുടെ എല്ലാം പല്ലിലൊക്കെ ഒരു റെഡിഷ് ടിൻറ്റ് കാണും. അപ്പോൾ അത് ഈ ഫ്ലൂറോസിസ് കാരണം ഉണ്ടാകുന്നതാണ്. People suffering from a disease called fluorosis after consuming water containing fluorine for sufficiently long time. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടീത്തിനെ മാത്രമല്ല, പല്ലിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, ബോൺ ഡെൻസിറ്റി, ഇതിനെയൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഈ ഫ്ലൂറോസിസ്. അപ്പോൾ ഫ്ലൂറോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വാട്ടറിലെ അവർ കൺസ്യൂം ചെയ്യുന്ന വാട്ടറിലെ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് എക്സസ് ആകുമ്പോഴാണ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ വാട്ടർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാം? ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി ബോയിൽഡ്, കൂൾഡ് ആൻഡ് ദെൻ യൂസ്ഡ്. അത് മാത്രമല്ല, ഡിസിൻഫെക്ഷൻ ചെയ്യണമെങ്കിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ യൂസ് ചെയ്ത് നമുക്ക്, അതായത് ബ്ലീച്ചിങ് ഏജൻറ്റ്സ്, കെമിക്കൽസ് ആഡ് ചെയ്ത് വാട്ടർ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. Pesticides and insecticides should be prevented from nearby use of water, lakes, ponds, pools, etc. അതായത് അടുത്ത് വാട്ടർ ബോഡി ഉണ്ട് എങ്കിൽ ഈ നമ്മൾ ഫീൽഡിൽ, അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡൊക്കെ ഈ വാട്ടർ ബോഡിയിലേക്ക് ഒഴുകി വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യണം. ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് ഷുഡ് ഫോളോ റീസൈക്ലിംഗ് ഓപ്പറേഷൻസ്. ഇൻഡസ്ട്രീസിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടർ അത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്ത് സേഫ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വാട്ടർ ബോഡീസിലേക്ക് അതിനെ ഡിസ്പോസ് ചെയ്യാവുള്ളൂ. ലോസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രിവെൻറ്റ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ദീസ് ലോസ് ഷുഡ് ബി മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം ബേസ്ഡ് ഓൺ കറണ്ട് റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ പല നിയമങ്ങളും വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഈ എഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ച്. പക്ഷേ അത് ടൈം ടു ടൈം, നമ്മുടെ കാലം പോകുന്നതനുസരിച്ചുള്ള മോഡിഫിക്കേഷൻസ് പലതിലും വന്നിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഓരോ കാലത്തിന് ആവശ്യമാവുന്ന രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് വേണം പുതിയ നിയമങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ. അപ്പോൾ ഇത്രയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു, അതിൻ്റെ മെയിൻ ടൈപ്സ് പറഞ്ഞു, നമ്മൾ പോയിന്റ് സോഴ്സ്, നോൺ പോയിന്റ് സോഴ്സ് പറഞ്ഞു. പിന്നെ ബേസ്ഡ് ഓൺ സോഴ്സ് നമുക്ക് വീണ്ടും ഇതിനെ ഡൊമസ്റ്റിക്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ യൂട്രോഫിക്കേഷൻ, ആൽഗൽ ബ്ലൂം, വാട്ടർ ബ്ലൂം എന്ന് പറഞ്ഞ പോയിന്റ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ കൺട്രോൾ മെഷേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.